സോ നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഫ്രൈസ് റീഅറേഞ്ച്മെൻ്റ് ആണ്. ഇത് എളുപ്പമുള്ള ഒരു റീഅറേഞ്ച്മെൻ്റ് ആണ് ഫ്രൈസ് റീഅറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഫിനൈൽ എസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫിനൈൽ ഗ്രൂപ്പിന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എസ്റ്റർ, അതാണ് ഫിനൈൽ എസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അത് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ നമുക്ക് ഓർത്തോ അല്ലെങ്കിൽ പാരാ ഹൈഡ്രോക്സി കീറ്റോൺ തരുന്നു, അല്ലെങ്കിൽ രണ്ടും മിക്സ്ചർ തരുന്നു. ഓക്കെ, അതിനാണ് നമ്മൾ ഫ്രൈസ് റീഅറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിയേ, ഫിനൈൽ എസ്റ്റേഴ്സ് ഓൺ ട്രീറ്റിംഗ് വിത്ത് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് അണ്ടർഗോ റീഅറേഞ്ച്മെൻറ്റ് ടു ഗീവ് ഓർത്തോ ആൻഡ് പാരാ ഹൈഡ്രോക്സി കീറ്റോൺ ഓർ എ മിക്സ്ചർ ഓഫ് ബോത്ത്. ദ ഡിപ്പെൻസ് ഓൺ ടെമ്പറേച്ചർ. ഓർത്തോ ആണോ കിട്ടുന്നത്, പാരാ ആണോ കിട്ടുന്നത്, അതോ അതിൻ്റെ മിക്സ്ചർ ആണോ കിട്ടാൻ പോകുന്നത്, അത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് അതിനെയാണ് നമ്മൾ ഫ്രൈസ് റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ അസൈൽ ഗ്രൂപ്പിൻ്റെ മൈഗ്രേഷൻ ആണ് ഫ്രം ദ ഫീനോളിക് ഓക്സിജൻ ടു ഓർത്തോ ഓർ പാരാ പൊസിഷൻസ് ഓഫ് ദ റിങ്. ഓക്കെ, ഇതാണ് അതിൻ്റെ അസൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, COR. ദാറ്റ് വിൽ മൈഗ്രേറ്റ് ഇൻ ടു ഓർത്തോ ഓർ പാരാ പൊസിഷൻസ് ടു ഫോം ഓർത്തോ ഓർ പാരാഹൈഡ്രോക്സി കീറ്റോൺ. ഓക്കെ, സോ അവരൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞേക്കാണ്. ഫിനൈൽ അസറ്റേറ്റ്. ഫിനൈൽ അസറ്റേറ്റ് മീൻസ് ഫിനൈൽ ഗ്രൂപ്പിൽ, ബെൻസിൻ റിങ്ങിൻ്റെ ഗ്രൂപ്പിൽ OCO-CH3 വരുന്നതാണ് ഫിനൈൽ അസറ്റേറ്റ് എന്ന് പറയുന്നത്. അത് ഓർത്തോ ഹൈഡ്രോക്സി അസറ്റോഫിനോൺ തരും ആൻഡ് പാരാഹൈഡ്രോക്സി അസറ്റോഫിനോൺ തരും. ഓക്കെ, ഓർത്തോ ഹൈഡ്രോക്സി അസറ്റോഫിനോൺ മീൻസ് OH, അതാണ് ഫീനോൾ എന്ന് പറയുന്നത്, OH ബെൻസിൻ റിങ്ങിൽ വരുന്നത്. ആൻഡ് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഓർത്തോ പൊസിഷനിൽ എന്ത് ചെയ്യുകയാണ്, അസറ്റോ ഗ്രൂപ്പ് എന്ത് ചെയ്യുകയാണ്, ഇത് മൈഗ്രേറ്റ് ചെയ്യുകയാണ്, CO-CH3, പാരാഹൈഡ്രോക്സി അസറ്റോഫിനോൺ. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ്, ലോ ടെമ്പറേച്ചർ ആകുമ്പോഴത്തേക്ക് പാരാ ഐസോമറും ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ ഓർത്തോ ഐസോമറുമാണ് ഫേവർ ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഫീനോളിക് ആയിട്ടുള്ള കീറ്റോൺസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയുള്ള സിന്തറ്റിക് മെത്തേഡാണെന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട്, ഇൻറ്റർമോളിക്കുലാറും ഉണ്ട്, ഇൻട്രാമോളിക്കുലാറും ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ഇൻറ്റർമോളിക്കുലാർ മാത്രം പഠിച്ചാൽ മതി, അത് എഴുതിയാലും മതി. ഓക്കെ, ഇവിടെ അസൈലിയം കാറ്റയോണിൻ്റെ ഫോമേഷൻ ആണ് നടക്കുന്നത്. അതാണ് നമ്മുടെ റിങ്ങിലേക്ക് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോഫൈലിൻ എന്ന രൂപത്തിൽ അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ഇവിടെ ഒരു അസൈലിയം കാറ്റയോൺ നമുക്ക് ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മുടെ റിങ്ങിലേക്ക് പാരാ പൊസിഷനിലേക്ക് എന്ത് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓർത്തോ പൊസിഷനിലേക്ക് എന്ത് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നു. ഓർത്തോ ഐസോമർ ആയാലും പാരാ ഐസോമർ ആയാലും ഫോം ചെയ്യുന്ന രീതി ഒന്നാണ്. ദ അറ്റാക്ക് ഈസ് ഡിഫറെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടം വരെ സ്റ്റെപ്സ് സെയിം ആണ്, ബട്ട് ദി അസൈലിയം കാറ്റയോണിൻ്റെ അറ്റാക്ക് പോലെ ഇരിക്കും. അത് ഓർത്തോ ഹൈഡ്രോക്സി അസറ്റോഫിനോൺ ആണോ ഉണ്ടാകുന്നത്, പാരാ ഹൈഡ്രോക്സി അസറ്റോഫിനോൺ ആണോ ഉണ്ടാകുന്നത്. മീൻസ് ഇത് ചെന്ന് ഓർത്തോയിലാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ ഓർത്തോയാണ് ഉണ്ടാകുന്നത്, ഇത് ചെന്ന് പാരയിൽ അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ പാരാ പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് അറ്റാക്ക് ഓഫ് അസൈലിയം കാറ്റയോൺ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ മെക്കാനിസത്തിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് എന്താണ് ആദ്യം വേണ്ടത്, ഫിനൈൽ അസറ്റേറ്റ് ആണ് വേണ്ടത്. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. OCO-CH3 എന്നാണ് നമ്മുടെ ഫിനൈൽ അസറ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ എഴുതുവാണ്, OC ഡബിൾ ബോണ്ടോ CH3. ഓക്കെ, OCO-CH3. ഓക്കെ, ആൻഡ് ഓക്സിജന് 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡുമായിട്ടല്ലേ റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ AlCl3. ഓക്കെ, ഓക്സിജൻ എന്ത് ചെയ്യുന്നു, തൻ്റെ ഒരു ലോൺ പെയർ എന്ത് ചെയ്യുന്നു, AlCl3ക്ക് കൊടുക്കുന്നു. അങ്ങനെ AlCl3 വന്ന് ഓക്സിജനുമായിട്ടൊരു ബോണ്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, അതാണ് നെക്സ്റ്റ്.
AlCl3. ഓക്കെ, ഇത് മൈനസ് ആയിരിക്കും, ഇത് പോസിറ്റീവ് ആകും. ഇതിന് പിന്നെ എന്താണ്, ഒരു പെയർ ഇലക്ട്രോണേ കാണുള്ളൂ. ഓക്കെ, അത് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു പെയർ ഇലക്ട്രോണേ കാണുള്ളൂ. ദെൻ ബാക്കി എന്താണ്, ബാക്കി അതുപോലെ തന്നെ C ഡബിൾ ബോണ്ടോ CH3. ഓക്കെ, നെക്സ്റ്റ് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓക്സിജന് പോസിറ്റീവ് ചാർജ് വരുന്നത് സ്റ്റേബിൾ അല്ല. സോ ആ പോസിറ്റീവ് ചാർജ് എങ്ങനെയും എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. സോ ഈ ബോണ്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഈ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് ഓക്സിജനിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുകയാണ് ഇവിടെ, ഈ ബോണ്ടിൻ്റെ ബ്രേക്കേജ് ആണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഈ ബോണ്ട് അവിടെ നിന്ന് ബ്രേക്ക് ആവുന്നു. സോ വി വിൽ ഗെറ്റ് ദ പ്രോഡക്റ്റ് ആസ് ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നു, പ്രോഡക്റ്റ് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് റിമൂവ് ആയി, അസൈലം കാറ്റോൺ അവിടെ റിമൂവ് ആയി കിടക്കുവാണ്. CH3CO+, ഇത് എവിടെ ഉണ്ട്, ആ മീഡിയത്തിൽ ഇതുണ്ട്. ഓക്കെ, ഈ ബോണ്ട് ഇവിടെ ബ്രേക്ക് ആയില്ലേ, ആ മീഡിയത്തിൽ എന്തുണ്ട്, ഇത് ഉണ്ട് എന്ന് നമ്മൾ ഓർമ്മ വേണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ സംഭവിക്കുന്നത് ഓക്സിജൻ തൻ്റെ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു. ആൻഡ് ദെൻ ഈ ബോണ്ട് ഷിഫ്റ്റ് ആകുന്നു. ഓക്കെ, ഈ ബോണ്ട് തൻ്റെ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യുന്നു. നമ്മൾ റെസണൻസ് വരയ്ക്കത്തില്ലേ, അതുകൂട്ട് തന്നെ. ആൻഡ് എന്ത് സംഭവിക്കും നെക്സ്റ്റ് സ്റ്റെപ്പിൽ, ഇവിടെ എന്താണ് വരുന്നത്, ഇവിടെ ഡബിൾ ബോണ്ട് വരും. ഓക്കെ, അത് വേറെ കളർ ഇട്ട് കാണിക്കാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്, ഇവിടെ ഡബിൾ ബോണ്ട് ആകും. ഓക്സിജനിലേക്ക് എന്ത് വരും, പോസിറ്റീവ് ചാർജ് വരും. ആൻഡ് ഇവിടുത്തെ ഈ ബോണ്ട് പോകും, ഇല്ലാതാവും. ഓക്കെ, ആൻഡ് അപ്പോഴാണ് അവിടെ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്, അസൈലിയം കാറ്റോൺ അറ്റാക്ക് ചെയ്യുന്നത്, CH3CO+ അറ്റാക്ക് ചെയ്യുന്നത്. ഇതായിരിക്കും അടുത്ത സ്റ്റെപ്പിൽ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കിയേ, ഇതിവിടെ ബെൻസീൻ റിംഗ് വന്നു. ഓക്കെ, ഇവിടെ ഡബിൾ ബോണ്ട് O ആയി, ഇവിടെ പ്ലസ് ചാർജ് വന്നു, ഇവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ട്, AlCl2. ഞാൻ ഇങ്ങനെ എഴുതുവാണ്, AlCl3യുടെ ഒരു Cl മാറ്റി എഴുതുകയാണ്, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. ആൻഡ് ദെൻ ഇവിടെ CH3CO COCH3 ആണ്, CH3 വന്ന് അറ്റാച്ച് ചെയ്യത്തില്ല. COCH3 വന്ന് എന്ത് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്തു. ഇവിടെ ഒരു ഹൈഡ്രജൻ ഓൾറെഡി ഉണ്ട്, ബെൻസീൻ റിങ്ങിനകത്ത് ഹൈഡ്രജൻ ആണ്. ഇവിടെ അപ്പോൾ എന്തില്ല, ബോണ്ട് ഇല്ല. അപ്പോൾ എന്താണ്, ബെൻസീൻ്റെ അരോമാറ്റിസിറ്റി നഷ്ടപ്പെട്ട്, അതൊരിക്കലും ഒരു സ്റ്റേബിൾ പ്രോഡക്റ്റ് അല്ല. അതുകൊണ്ട് എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നത്, ഈ ഹൈഡ്രജൻ തൻ്റെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, H+ ആയിട്ട് പോകുന്നു. ഈ Hഉം ഈ Clഉം കൂടി HCl ആയിട്ട് അങ്ങ് പോകും. ഓക്കെ, അതിനാണ് ഞാൻ Cl അവിടെ അങ്ങനെ മാറ്റി എഴുതിയത്. അതെന്താണ്, HCl ആയിട്ട് പോകും. നെക്സ്റ്റ് സംഭവിക്കുന്നത് എന്താണ്, ഇവിടെ ഈ ഹൈഡ്രജൻ തൻ്റെ ഇലക്ട്രോൺസ് ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ ബോണ്ട് വരും. അപ്പം ഉടനെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഷിഫ്റ്റിംഗ് നടക്കുന്നു. അപ്പോൾ ഓക്സിജൻ്റെ പോസിറ്റീവ് ചാർജും മാറും. ഓക്കെ, അപ്പം നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്തായിരിക്കും, ഇവിടെ ബോണ്ട് വന്നു, ഇവിടെ ഓക്സിജൻ, ഇവിടെ AlCl2 ഉള്ളു, ഇവിടെ COCH3 ഉണ്ട്. ഓക്കെ, ഇതാണ്
നമുക്ക് എന്താണ് ഫൈനൽ പ്രൊഡക്റ്റിന് മുന്നേ കിട്ടുന്ന ഒരു ഇൻ്റർമീഡിയറ്റ്. ആൻഡ് ഇവിടെ ഓക്സിജന് 2 ലോൺ പെയർ ഉണ്ട്. ഓക്കെ, ഇത്ര മനസ്സിലായോ? ഇവിടെ ഒരു HCl റിമൂവ് ആയി, ഇവിടെ നിന്ന് ഒരു HCl റിമൂവ് ആയി. ഓക്കെ, സോ നമ്മൾ എവിടെ എത്തി നിൽക്കുകയാണ്? ഇവിടെ CO CH3 ഉണ്ട്, ഇവിടെ ഓക്സിജൻ ഉണ്ട്, അതിൻ്റെ 2 ലോൺ പെയേഴ്സ് ഉണ്ട്, AlCl2, ഇവിടം വരെ ആയി. ഓക്കെ, ഇനി വാട്ടറിൻ്റെ അഡീഷൻ ചെയ്തു കൊടുത്താൽ നമുക്ക് ഈ AlCl2 ഒക്കെ പോയിട്ട് അവിടെ ഹൈഡ്രജൻ വന്ന് കയറും. ഓക്കെ, അങ്ങനെ നമുക്ക് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് കിട്ടും. ഓക്കെ, OH CO CH3, ഓർത്തോ ഹൈഡ്രോക്സി അസറ്റോഫീനോൺ. എന്തൊക്കെ സംഭവിച്ചു ഇവിടെ? ആദ്യം ഓക്സിജൻ തൻ്റെ ലോൺ പെയർ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിന് കൊടുത്തു, അത് വന്നിട്ട് നമ്മുടെ ഓക്സിജനുമായിട്ടൊരു ബോണ്ട് ഫോം ചെയ്തു. ദെൻ അവിടെ നിന്ന് എന്താണ് സംഭവിച്ചത്? അസൈലിയം കാറ്റോൺ അവിടെ നിന്ന് എന്ത് ചെയ്തു? പുറന്തള്ളപ്പെട്ടു. അസൈലിയം കാറ്റോൺ അവിടെ റിമൂവ് ചെയ്യപ്പെട്ടു. ആൻഡ് ദെൻ അടുത്ത സ്റ്റെപ്പിൽ അസൈലിയം കാറ്റോൺ വന്ന് ഓർത്തോ പൊസിഷനിൽ അറ്റാക്ക് ചെയ്തു. ഇങ്ങനൊരു ഇൻ്റർമീഡിയറ്റ് ഉണ്ടായി, ആൻഡ് വിച്ച് ലീഡ്സ് ടു ഹൈഡ്രോളിസിസ് നടത്തിയപ്പോൾ വിച്ച് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ഓർത്തോ ഹൈഡ്രോക്സി അസറ്റോഫീനോൺ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്റർമോളിക്കുലർ മെക്കാനിസം എന്ന് പറയുന്നത്. ആദ്യം എന്താണ്? ഓക്സിജൻ തൻ്റെ ബോണ്ട് എന്ത് ചെയ്തു? AlCl3ക്ക് കൊടുത്തു തൻ്റെ ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ AlCl3 ഓക്സിജനും തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്തു. ഓട്ടോമാറ്റിക്കലി ഓക്സിജനിൽ എന്ത് വന്നു? പ്ലസ് ചാർജ് വന്നു, പോസിറ്റീവ് ചാർജ് വന്നു. ആൻഡ് ദിസ് ഈസ് ഓക്സിജൻ, പോസിറ്റീവ് ചാർജ് ഉള്ള ഓക്സിജൻ ഒരിക്കലും സ്റ്റേബിൾ അല്ല. സോ അതിൻ്റെ സ്റ്റെബിലിറ്റി, അത് സ്റ്റേബിൾ അല്ലെങ്കിൽ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ ബോണ്ട് തൻ്റെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ആൻഡ് ഈ ബോണ്ട് അവിടെ എന്ത് ചെയ്യുന്നു? എന്ത് സംഭവിക്കുകയാണ്? ബ്രേക്കേജ് സംഭവിക്കുകയാണ് ആ ബോണ്ടിന്. ഈ ബോണ്ട് തൻ്റെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, അങ്ങനെ ബ്രേക്കേജ് ചെയ്തു. അങ്ങനെ ഓക്സിജന് തൻ്റെ ഇലക്ട്രോൺസ് എന്ത് ചെയ്തു? തിരിച്ചു കിട്ടി. പക്ഷെ അസൈലിയം കാറ്റോൺ അവിടെ എന്തായി? റിമൂവ് ആയി. ഓക്കെ, OAlCl3 എന്ന് മാത്രമായി. നെക്സ്റ്റ് ഇതിൽ എന്ത് ചെയ്യുകയാണ്? ഓക്സിജൻ തൻ്റെ ഇലക്ട്രോൺസ് ഈ ബോണ്ടിലേക്ക് കൊടുക്കുകയാണ് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഈ ബോണ്ട് എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ആവുന്നു. അവിടെ ഇലക്ട്രോണിൻ്റെ കുറവുള്ളതുകൊണ്ടാണ് അവിടെ വന്ന് എന്ത് ചെയ്യുന്നത്? ഓർത്തോ പൊസിഷനിൽ അസൈലിയം കാറ്റോൺ COCH3 വന്ന് അറ്റാക്ക് ചെയ്യും. ഇവിടെ ഡബിൾ ബോണ്ടായി മാറും. ഓക്കെ, ഇവിടെ ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഹൈഡ്രജൻ തൻ്റെ ഇലക്ട്രോൺസ് ഇവിടെ കൊടുത്തിട്ട് H+ ആയിട്ട് പോകും. അത് AlCl3യുടെ ഒരു Clൻ്റെ കൂടെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പം ഹൈഡ്രജൻ തൻ്റെ ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ ഇവിടെ ബോണ്ട് ഫോം ചെയ്യും. അത് എന്താണ്? ഒരിക്കലും അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ്? ഈ ബോണ്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല, ഡബിൾ ബോണ്ടായിട്ടിരിക്കാൻ. ഇത് ഷിഫ്റ്റ് ചെയ്ത് ഓക്സിജൻ്റെ പ്ലസ് ചാർജ് അപ്പം മാറും. ഓക്കെ, ഇങ്ങനൊരു ഇൻ്റർമീഡിയറ്റിലേക്ക് വരും. വാട്ടറിൻ്റെ വെച്ച് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓർത്തോ ഹൈഡ്രോക്സി അസറ്റോഫിനോൺ കിട്ടും. ഇതാണ് ഫ്രൈസ് റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള റീഅറേഞ്ച്മെൻറ്റ് ക്ലെയ്സൺ റീഅറേഞ്ച്മെൻ്റ് ആണ്. അത് നെക്സ്റ്റ് ഇതിൽ പറയാം.